എവരി വൺ നീഡ്സ് സക്സസ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം തന്നെയാണ് സക്സസ്ഫുൾ ആവണോ, ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടാവും. അപ്പോൾ ഈ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, എല്ലാവർക്കും ആവാൻ പറ്റുന്ന തന്നെയാണ്. ഈ 3 ഹാബിറ്റ് ഞാനിവിടെ പറയാൻ പോണ 3 ഹാബിറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്പർ 1, ബിൽഡ് യുവർ മൈൻഡ്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. മൈൻഡിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല നല്ല ബുക്സ് വായിക്കുക. ഇപ്പോൾ റിച്ച് ഡാഡ് പൂർ ഡാഡ്, അതുപോലെ സ്റ്റാർട്ട് വിത്ത് വൈ, ഇതേപോലെയുള്ള ബുക്കുകളൊക്കെ ഉണ്ട്, അത് വായിക്കുക. അതുപോലെ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ്, ഓവർ മൈൻഡിനെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കാണ്ട്, പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാണ്ടുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകും, അതുപോലെ പ്രൊക്കാസ്റ്റിനേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് മൈൻഡിനെ ഒന്ന് കൂളാക്കി വെക്കുക. മൈൻഡിന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വയ്ക്കുക. ബിൽഡ് യുവർ മൈൻഡ്. മൈൻഡിനെ ബിൽഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ മൈൻഡിനെ ബിൽഡ് ചെയ്യുന്ന ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ജസ്റ്റ് ഒന്ന് ജേണൽ ചെയ്യുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഡേ ബൈ ഡേയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ജേണൽ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതാകുമ്പോൾ നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തത് ബിൽഡ് യുവർ ബോഡി. ബിൽഡ് യുവർ ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? ചിലവർക്ക് ജിമ്മായിരിക്കും, ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും, മാർഷൽ ആർട്സ് പോലത്തെ, ചില ആളുകൾക്ക് റണ്ണിങ് ആയിരിക്കും, ചില ആളുകൾക്ക് എന്തെങ്കിലും ഗെയിം ആയിരിക്കും, ഫുട്ബോൾ ക്രിക്കറ്റ് പോലത്തെ ഗെയിം ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, പലതായിരിക്കും പല ആൾക്കാരുടെ ഇത് ഇഷ്ടം. ആ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ട് നല്ല രീതിക്ക് ആ ആക്ടിവിറ്റി ചെയ്യുക. ഡെയിലി മിനിമം ഒരു 40 മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ന്യൂട്രീഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനും നല്ല രീതിക്കുള്ള ഭക്ഷണവും കഴിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബോഡിനെ ബിൽഡ് ചെയ്യുക. നല്ലൊരു ബോഡി, നല്ലൊരു ഫിസിക്കൽ എന്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കണം. എന്തൊരു കാര്യം ജീവിതത്തിൽ ചെയ്യണം, എന്തൊരു പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് അത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക. നിങ്ങൾക്ക് നല്ലൊരു ശരീരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും വളരെ വലുതായിരിക്കും. നമ്പർ 3, ബിൽഡ് യുവർ മണി. ഒരുപാട് ആൾക്കാർ പറയും മണി ഈസ് ഇൻ ഹാപ്പിനെസ് എന്നൊക്കെ. പക്ഷേ ആക്ച്വലി പൈസ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിലെ 99% പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. അത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. 99% പൈസ ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബിൽഡ് യുവർ മണി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ബിസിനസ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും, പ്രോപ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും, പ്രോപ്പറായിട്ട് സേവ് ചെയ്യാനും പഠിച്ചിരിക്കണം. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇൻ ദി എൻഡ് മണി ഈസ് ഫ്രീഡം. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഫ്രീഡം ഉണ്ടാവുള്ളൂ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തോ ചെയ്യണു, എങ്ങനെ ഒരു ജോലി കിട്ടി, ആ ജോലിയിൽ ജീവിക്കുന്നു, EMI അടച്ചു പോകുന്നു, ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോവായിരിക്കും. ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജേണൽ ചെയ്യുക. ബിൽഡ് യുവർ മൈൻഡ്. നിങ്ങൾ എക്സസൈസ്, വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുക. ക്ലീൻ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കുക. ബിൽഡ് യുവർ ബോഡി. ഉണ്ടാക്കുന്ന പൈസനെ ഗ്രോ ചെയ്യാനും, അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനും, അതിനെ സേവ് ചെയ്യാനും കൂടി പഠിക്കുക. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ് എവരി വൺ നീഡ് ടു ഡു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തവർ ഇപ്പം തന്നെ ഇത് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ദർ ഈസ് നോ ഷോർട്ട് കട്ട്സ്, നോ എക്സ്ക്യൂസസ്, സ്റ്റേ ഡിസിപ്ലിൻ ആൻഡ് ഡോണ്ട് ലൂസ് ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോക്കകത്ത് വരാം. അതുവരേക്കും ബൈ.